ഹലോ ഗൈസ്, ഇത് നമ്മുടെ രണ്ടാമത്തെ ഫോണ്ടാണ് കേട്ടോ. വലിപ്പം കൂടിയ ഫോണ്ടാണിത്. ഇതിനകത്ത് മാളയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. മാളകളൊക്കെ തുള്ളിച്ചേർന്ന ചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞലിയിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഒക്കെ കാണുമായിരിക്കും. അല്പം തീറ്റയൊക്കെ കൊടുത്തുകൊണ്ടും നമ്മൾ തീറ്റയിടാൻ വന്നതുകൊണ്ടാണ് മീനിങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നത്. വിശപ്പിൻ്റെ ആധിക്യം കൊണ്ടാണ് അവരെങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് പോയാലോ? അതിൻ്റെ തൊലി പൊളിക്കുന്നൊന്നും ഇടാൻ പറ്റിയില്ല. അളിയൻ വന്നപ്പോഴത്തേക്ക് അല്പം താമസിച്ച് പോയതുകൊണ്ട് ഡ്രസ്സ് ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 വശവും തൊലി പൊളിച്ച് നല്ല ഫ്രഷാക്കി എടുത്ത മീനുകളാണ് നമ്മൾ കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. നല്ല മൂർച്ചയുള്ള കത്രി ഉണ്ടെങ്കിൽ ടക്കെന്ന് പറഞ്ഞാൽ നമുക്ക് കത്രി കട്ട് ചെയ്തിടാം. അങ്ങനെ കട്ട് ചെയ്തതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, ഉപ്പ്, അതിന് പുറകെ മേമ്പൊടിയായിട്ട് ഒരു നാരങ്ങ നീരും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ നന്ദനേൽ സാറാണ് മിക്സ് ചെയ്യുന്നത്. ആദ്യം ഒരു മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് അല്പം നാരങ്ങ നീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ്. നാരങ്ങ നീരൊക്കെ ചേർത്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായി കിട്ടും മീൻ. അങ്ങനെ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്യാം. അല്പം നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മളിവിടെ തന്നെ ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ. അതിന് മേളിൽ 2 കറിവേപ്പിലയൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ അതന്നെ ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇടണം. എന്നിട്ട് ആ മീനങ്ങ് വെക്കുമ്പോൾ നല്ല ഒച്ചയാണ്, കിശു എന്നുള്ള ഒച്ച കേൾക്കാൻ നല്ല രസമാണ്. എന്നിട്ട് മീൻ നമ്മൾ ഇതുപോലെ പരത്തി വയ്ക്കുക. അതിനെല്ലാം ഫ്രൈ ചെയ്യണേ. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തീയുടെ ഒരു വശം, തീ കുറച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്, മീൻ മറിച്ചിടുന്നതാണ്. അത് നല്ല മണമൊക്കെ വന്നു തുടങ്ങി മീൻ്റെ. അങ്ങനെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നന്ദനേൽ സാറിന് തിരക്കായ കാരണം പുള്ളി പെട്ടെന്ന് കോരിയിടുകയാണ്. അതിൻ്റെ കൂടെ ഒരു നല്ല അടിപൊളി സവോളയും കൂടെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെറ്റ് വാള ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നന്ദനേൽ സാർ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. സൂപ്പറാണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്കൊക്കെ കൊണ്ടേ തന്നു നോക്കുന്നുണ്ട് പുള്ളി എങ്ങനെയുണ്ട്. പുള്ളിയുടെ നമ്മുടെ കുഞ്ഞാപ്പിയാണ്. സൂപ്പറാ.